ഹലോ അങ്ങനെ നമ്മുടെ ചെമ്പനീർ പൂവിന്റെ പ്രൊമോ എത്തിയിരിക്കുക കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ പ്രൊമോയില് നമ്മുടെ ശ്രുതി ഭയങ്കരമായിട്ട് കിടന്ന് ദേഷ്യപ്പെടുന്നുണ്ട്. ആരോട്? നമ്മുടെ ചെറിയച്ഛൻ, നമ്മുടെ ബീരാനിക്കയോട്. വേറെ നമ്മുടെ ചെറിയച്ഛൻ ഇങ്ങനെ എല്ലാ വീട്ടുകാരോടും ഇങ്ങനെ ശ്രുതിയുടെ അമ്മ മരിച്ചു മരിച്ചു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. അപ്പൊ നമ്മുടെ ശ്രുതി ഇത് കേട്ടിട്ട് ഇങ്ങനെ സഹിക്കാനാവാതെ, എന്റെ അമ്മ മരിച്ചിട്ടൊന്നുമില്ല, നിങ്ങൾ എന്തീ പറയുന്നത്, എന്റെ അമ്മ മരിച്ചു എന്നോ എന്നൊക്കെ പറഞ്ഞിങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരും ഇങ്ങനെ ഞെട്ടുവാട്ടോ. ചന്ദ്രമതിയും ശ്രുതിയും സച്ചിയും രേവതിയും നമ്മുടെ അച്ഛനും അച്ഛമ്മയും ഒക്കെ ഞെട്ടി നിൽക്കുവേ. ശ്രുതി പറഞ്ഞിട്ടുള്ള ശ്രുതിയുടെ അമ്മ മരിച്ചെന്നല്ലേ. പക്ഷെ പിന്നീട് കാണുവാൻ സാധിക്കുന്നത് ഭയങ്കര സന്തോഷകരമായിട്ടുള്ള ഒരു ചടങ്ങൊക്കെ മുന്നോട്ട് പോകുന്ന ഒരു രംഗങ്ങളും തന്നെ കേട്ടോ. അപ്പൊ അതിനിടയിൽ നമ്മുടെ ചന്ദ്രമതി നമ്മുടെ ശ്രുതിയുടെ അടുത്ത് വന്ന് ശ്രുതി ആശ്വസിപ്പിക്കുന്നുണ്ട്. നീ എന്നും എന്റെ സ്വന്തം മകളെ പോലെ തന്നെയാന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലായി ശ്രുതി അവിടെ പ്ലേറ്റ് മറിച്ചിട്ടുണ്ട്. ചന്ദ്രമതിയാണ് എന്റെ അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര സെന്റി ഡയലോഗൊക്കെ അടിച്ചിട്ടുണ്ടാവും അല്ലെ. അപ്പൊ അങ്ങനെ തന്നെയാണ് അവിടെ സംഭവിച്ചിട്ടുണ്ടാകുക. അതിനുശേഷം നമ്മുടെ പൊങ്കലാഘോഷം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ സച്ചി പറയുന്നുണ്ട് കുറച്ച് മാടുകൾ അപ്പുറത്തെ പറമ്പിലൊക്കെ ഉണ്ടെന്ന്. അപ്പൊ നമ്മുടെ വീരാനിക്കൊക്കെ പിന്നെ മാടുകൾ എന്ന് കേട്ടാ പിന്നെ എന്താ പറയാ, കലിയാകുമോ? കലിയല്ല, സന്തോഷമാകുമല്ലോ. അപ്പൊ നമ്മുടെ വീരാനിക്ക പറയുന്നുണ്ട് മാടുകളോ, ഓ അതുങ്ങൾ ഇങ്ങോട്ട് വരട്ടെ, എനിക്ക് അതുങ്ങളെ കാണാൻ കൊതിയായി എന്നൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ അപ്പോൾ നമ്മുടെ ശ്രീകാന്തും സുധിയും നമ്മുടെ സച്ചിയും മാടുകൾ എന്ന് കേൾക്കുമ്പോൾ ഇയാൾ എന്തിനിങ്ങനെ തുള്ളിച്ചാടുന്നു എന്നൊക്കെ പറഞ്ഞ് അവരിങ്ങനെ സംശയത്തിൽ നിൽക്കുവാട്ടോ. ഇനിയായിരിക്കും നമ്മുടെ വീരാനിക്കയുടെ ഓരോ സ്വഭാവവും ഓരോ സംസാരവും ഒക്കെ ഇവർ മനസ്സിലാക്കി ആ ഒരു കള്ളത്തരാണെന്നുള്ള ഒരു കാര്യം തിരിച്ചറിയാൻ പോകുന്നത് അല്ലേ. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും പൊങ്കൽ ആഘോഷത്തിന് സന്തോഷിക്കാൻ വേണ്ടി വന്നത് ഒരു ദുരന്തത്തിൽ കലാശിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാട്ടോ കൂട്ടുകാരെ. അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.